കാട്ടാനയാക്രമണത്തിൽ സ്കൂട്ടർ യാത്രക്കാരിയായ വീട്ടമ്മ കൊല്ലപ്പെട്ടതിൽ വൻ പ്രതിഷേധം. കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് DFOയുടെ ഉറപ്പ്. 5 ലക്ഷം അടിയന്തര ധനസഹായമായി ഇന്ന് തന്നെ കൈമാറും. വയനാട് മേപ്പാടിയിലാണ് പുത്തുമല സ്വദേശിനി ജെസി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഭർത്താവുമായി സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ആക്രമണമുണ്ടായത്. മേപ്പാടി കള്ളാടിയിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ ഭർത്താവ് ഷാജിക്ക് പരിക്കേറ്റു. മേപ്പാടി ടൗൺ സ്തംഭിപ്പിച്ച് ജനങ്ങൾ കൂട്ടമായി പ്രതിഷേധിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. പറഞ്ഞതുപോലെ രാവിലെ മുതൽ രാത്രി വരെ ഒരു പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇല്ലാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ സംഭവം ശരിയാ. പക്ഷെ ഇവരെ ജീവനും സംരക്ഷണം അതിന് ഈ ആനേനെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാന്നല്ലാതെ വേറൊരു വഴിയില്ല. മേപ്പാടി പഞ്ചായത്തിൽ 18 ആൾക്കാർ മരിച്ചില്ലേ? കുടുംബത്തിൽ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്ന് സൗത്ത് വയനാട് DFO ആഷിഖ് അലി വ്യക്തമാക്കി. സാധാരണയായി വന്യമൃഗങ്ങൾ ഇറങ്ങാത്ത മേഖലയിലാണ് ആക്രമണമുണ്ടായിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, വയനാട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.